നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റ് 200 പോയിന്റിന് മുകളിൽ പ്ലസിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയം 120 പോയിന്റ് 130 പോയിന്റ് പ്ലസിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും കസ്റ്റിൽ ഓപ്പണായി 120 135 ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എവറി റൈസ് വിൽ ബി സോൾഡ് ഇൻ ടു, പക്ഷേ ഇത് ഒരുപാട് ദിവസം താങ്ങത്തില്ല. അങ്ങനെ ഇരുന്നാലും ഇന്ന് ഏഷ്യ ഫുള്ളും കയറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസമായി കയറത്തില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ട്രംപ് വന്നിട്ട് തിരികെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ബെഡ് എന്ന് എഴുതിച്ചായിരുന്നു. യൂറോപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന ടാക്സസ് ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കാരണം അതിന് വേണ്ടിയാണ് മാർക്കറ്റ് ഇപ്പോൾ കയറിയിരിക്കുന്നു. ഫ്രൈഡേ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ബെല്ലിൻ്റെ മുകളിൽ ടാക്സ് എന്ന് പറഞ്ഞായിരുന്നു. ഇല്ല രാവിലെ വൈകുന്നേരം ലെഫ്റ്റിൽ ബെഡിൽ ഇരുന്നില്ല റൈറ്റിൽ ബെഡിൽ എണീച്ച് സ്ട്രൈറ്റ് ആ ബെഡിൽ ഇരുന്നാൽ നോക്കി മാർക്കറ്റ് മുകളിലും കീഴും വീണ്ടിരിക്കുന്നു. ഇത് ആപ്പിന് വന്നിട്ട് ഭയങ്കരമായിട്ട് അടിയാണ്. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ EVയുടെ മേളിൽ ടാരിഫിന് ഭയങ്കരമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ലാതെയാണ് ഇതിന്ന് കയറിയിരിക്കുന്നു. ഇന്ന് അമേരിക്കയും കയറും. ബട്ട് ഇതുപോലെ മാറ്റി മാറ്റി സംസാരിച്ചാൽ മാർക്കറ്റിൽ സർട്ടനിറ്റി വരത്തില്ല. അക്കറ്റിൽ നിന്ന് കാശിന് വെളിയിലെടുക്കും. ഇതിൽ തന്നെ JB ഡയമണ്ടും JB ഫ്രേസറും പറഞ്ഞത്. ഇത് കാരണം ഓവറോളായിട്ട് നമുക്ക് പോസിറ്റീവ് ഇല്ല. അത് കാരണം തന്നെ ഒരു പോയിന്റ് മാർക്കറ്റ് താഴെ വീഴുന്നു എന്ന് പറയും. ഇവിടെ ഇരുന്ന് കാശ് വെളിയിൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പേർക്ക് അറിയാം. സ്ലീവ് എന്ന് പറയണമെന്ന് വെച്ചാൽ നോബൽ ഇന്ത്യയിൽ ഇരിക്കുന്ന ഷെയർസിന് $1 ബില്യൺ വാങ്ങുന്നു. 9,000 കോടിക്കാണ് വാങ്ങുന്നതായി അഗ്രിമെന്റ് സൈൻ ആയിരിക്കുന്നു. മാർക്കറ്റ് അതിന്റെ വാല്യൂ ഇന്ന് 12,000 കോടി. റഫ്ലി 25% നിന്ന് 27% വരെ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ബ്ലോക്ക് ഡീലിൽ അതിൽ ഫുള്ളാ പോകാൻ വാല്യൂ ഇല്ല. മാർക്കറ്റ് ഓവർ വാല്യൂഡ് എന്ന് പറയുന്നത്. സോ നോബലെ അതിനെ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഡ്യൂലക് ഷെയർസ് കുറയണം. ASWയുടെ അടുത്ത് പൈസ ഇരിക്കത്തില്ല, പക്ഷെ അവർ കടൻ വാങ്ങും. ASW ഗ്രൂപ്പ്സിൽ കടൻ കയറും. അവരെ പെയിൻ ഡിവിഷനെ ഇതിനെയും തനിയെ തന്നെ വയ്ക്കാൻ പോണതായിട്ട് മെർജ് ചെയ്യാൻ പോകുന്നതില്ല എന്ന് പറഞ്ഞായിരുന്നു. ബാങ്കിന് ആക്സിസ് ബാങ്കിനടുത്ത് വിറ്റ് ക്ലയൻറ്റ് ബേസിനെ ഇല്ലാതാക്കിയതുപോലെ തന്നെ ഇത് നടക്കും. ഇവർ വന്നിട്ട് ലോ എൻഡ് ഓഫ് മാർക്കറ്റ് വിൽക്കുന്ന ആൾക്കാർ, ഡിലക്സ് വന്നിട്ട് ഹൈ എൻഡ് ബ്രാൻഡ്, ഇവരെ കൊണ്ട് ആ ബ്രാൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. മാനേജ് ചെയ്യാൻ മോർ കൺസ്യൂമർ ആയിട്ടാണ് വേണം. വന്നിട്ട് കോമോഡിറ്റി പ്ലെയർ ഹൈ എൻഡ് പ്രോഡക്റ്റിന് കംപ്ലോറിൻ്റെ അടുത്ത് കൊടുത്ത് മാനേജ് ചെയ്യുന്നു പറഞ്ഞാൽ അവനെ കൊണ്ട് ഡെഫിനറ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫ്യൂച്ചർ പ്രോബ്ലത്തിൽ തീരുമെന്നതിൽ ഏതൊരു സംശയവുമില്ല. മാർക്കറ്റ് ഷെയർ കുറയും. ഏഷ്യൻ പെയിൻറ്റ്സ് ബിർളയും ഈ ഷെയറിനെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. JSWയും ആക്സോണ ബാളിനെ കുറിച്ച് വന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 8% കയറി 1,646 കോടിയായി. എന്ത് പറയുന്നതെന്ന് വെച്ചാൽ 1:1 ബോർഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇളം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങളടുത്ത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ലേബർ ആയിരുന്ന സമയത്തിൽ ഒരു ക്രൈസിസിൽ ഈ സ്റ്റോക്കിന് 18 രൂപയ്ക്ക് വാങ്ങിയായിരുന്നു. 500 ഷെയറിന് 18 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 100 കിട്ടി 200 ഷെയർ ഇരിക്കും. 200 ഷെയർ ടോട്ടലായിട്ട് 18,000 രൂപയ്ക്ക് വാങ്ങിയിരിക്കും. ആവറേജ് വാല്യൂ 9 രൂപ ആണ്. ഇവിടെ മാർക്കറ്റ് വില്ലുന്നാലും 100 രൂപ ഷെയർ എന്ന് പറഞ്ഞാൽ കൂടെ എനിക്ക് 200 എനിക്ക് തീരുമാനം. ഇനി എന്ത് ഇതിനെന്ന് വെച്ചാൽ ലോങ് ടേമിൽ കമ്പനി എങ്ങനെ ചെയ്യുന്നു എന്നത് 2000 നിങ്ങൾ വാങ്ങിയെങ്കിൽ ഇനിയൊരു റിസൾട്ട് കിട്ടിയിരിക്കും. 400 ഷെയർ കിട്ടും. കാരണം ഒരു കമ്പനി വിശ്വസിച്ച് നിങ്ങൾ ആദ്യം വാങ്ങിയെങ്കിൽ ഇതിനെ ലോങ് ടേമിൽ ചെയ്യും. ഇന്ന് ഞാൻ മണി പേജിൽ കുറിച്ച് പറഞ്ഞില്ല എന്ന് വെച്ചാൽ അതിൽ വാല്യൂ ഇല്ല, കോസ്റ്റ്ലി ആയിരുന്നു. നിങ്ങൾ ഇരുന്ന സമയം ലീബിളായിരുന്നു വാങ്ങി. അതുപോലെ തന്നെ ടാറ്റ കമ്മൽ ഒരിക്കലും പനിയെ പിടിച്ചതിന് ശേഷം ആകുമെന്നത് എല്ലാവരും ഏതാകുമ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ അവർ ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് അക്വിസിഷൻ നോക്കി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് $20 ബില്യൺ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അടുത്ത 3 വർഷത്തിൽ $20 ബില്യൺ എന്ന് പറയുന്നു. ഇവിടെ കടൻ അടയ്ക്കാനേ കാശില്ല എന്ന് പറയുന്നു. കടൻ വാങ്ങി ഡിവിഡൻഡ് കൊടുത്തോണ്ട് ആ കടത്തിനെ എങ്ങനെയെങ്കിലും കടൻ അടയ്ക്കുക എന്ന് വിചാരിക്കുന്ന കമ്പനിയാണിത്. ഇതിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനും കാണാനും നന്നായിരിക്കുമേ അല്ലാതെ റിയാലിറ്റി വേറെയാണ്. ഇരിക്കുന്ന ലോണിനെ ക്ലോസ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കാശിനെ എടുത്തിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം. കോഡ് അപ്രൂവൽ വാങ്ങിയോണ്ട് കമ്പനിയെ പനിത്തനിയാൻ പിരിക്കാൻ പോകുന്നതായിട്ടാണ് പറയുന്നു. കുറച്ച് അസറ്റ് വിൽക്കാൻ പോകണു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തിരിച്ച് ഞാൻ എല്ലാം അക്യൂർ ചെയ്യാൻ പോകുന്നു. $20 ബില്യൺ തന്നെ. ഈ പ്രൊമോട്ടറിന് എന്ത് ചെയ്യാൻ പോകുന്നു അറിയില്ല എന്നാണ് മാർക്കറ്റ് നോക്കും. അൺലെസ് മോർ ക്ലാരിറ്റി എമർജസ് ഇതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കാൻ പറ്റത്തില്ല. ഇനിയൊരു ന്യൂസ് എന്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു 97% കുറഞ്ഞ് $300 മില്യൺ ആയിരിക്കുന്നു. അതായത് 25,000 കോടി കൂടെ ഇല്ല.
2007-8 നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലുള്ള മുതലീട് $500 എക്സ്പോർട്ട് ആയെന്ന് കൂടെ 1.5 ലക്ഷം കോടി രൂപ ആയിരിക്കും. 1.5 ലക്ഷം കോടി പീക്കിലിരുന്ന് താഴെ ഇറങ്ങി 25,000 കോടിക്കാണ് വന്നിരിക്കുന്നത്. അത് ആരിനാണ് എന്ത് കാരണമെന്ന് പറഞ്ഞില്ല. ഈ കാരണം ലോകം മൊത്തം വെളിനാട് ചുറ്റിയാണ് പോകുന്നു. റിയലായിട്ട് നിങ്ങൾക്ക് കാശറത്ത് വരണം. FDIയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് വന്നിട്ട് സൗത്ത് കൊറിയൻ്റെ കമ്പനി ഇവിടെ ഇട്ട് കാശിനെ എടുക്കുന്നു. അതുപോലെ LG ട്രൈ ചെയ്യുന്നത് ഇതൊക്കെ ക്ലിയർ ഇൻഡിക്കേഷൻ. കാശിനെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണ്, ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാണ് നോക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തീർന്ന വരയ്ക്കും വലിയ പ്രോബ്ലമായിട്ട് തന്നെ ഇരിക്കും. ഇന്ത്യയിലിരുന്ന് വെളിയിൽ പോകണമെന്ന് ഇന്ത്യൻ ഇൻവെസ്റ്റർ വിചാരിക്കുന്നവരിക്കും പ്രോബ്ലം സോൾവ് ആകത്തില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഇന്ത്യയിൽ വരയില്ല. 10 കൊല്ലത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ വലിയ ഗ്രോത്ത് ഒന്നും ഇരിക്കത്തില്ല. ഇത് കാരണം നമ്മൾ എക്കോണമി എവിടെ പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റെപ്പിന് എടുക്കണം. ഇപ്പോൾ FDI അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മുഖ്യ സ്റ്റെപ്സൊക്കെ എടുക്കാൻ മാർക്കറ്റ് തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ലീല ഹോട്ടൽസിന് IPO വരുന്നു. ഇന്ന് ലീല ഹോട്ടൽസ് ഓപ്പണായി 1575 കോടി ഗവൺമെൻറ് ആക്ട് ഫെഡറലിറ്റി ആൻഡ് അതർ 45 അതർ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ലോങ് ടേമിൽ ഇതിൽ അത്ര വലിയ നല്ലതൊന്നും ഇല്ല എന്ന് വെച്ചാൽ ലീല LITC ഷെയർസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷെയർസിൻ്റെ സിറ്റുവേഷൻ എന്തെന്ന് പറയാൻ കേസൊക്കെ നടന്നുകൊണ്ടിരുന്നു. യോയ്ക്ക് ഒബ്ജക്റ്റ് വാങ്ങിയായിരുന്നു. പിന്നെ എന്താകും നമുക്കറിയാൻ പറ്റുന്നില്ല. ഒരു ഇന്ത്യയുടെ ടൈറ്റൻ വന്നിട്ട് മറ്റു കമ്പനികൾക്ക് അവർ പഠിച്ച പാഠത്തിന് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. അതായത് എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ 1500 കോടി കൊടുത്ത് 1500 കോടി കൊടുത്ത് റമാസ് എന്ന് പറയുന്ന ഗൾഫോടെ ലീഡിങ് ജ്വല്ലറി വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 2% സ്റ്റേക്കിനെ വാങ്ങിയുകൊണ്ട് മീതി 28%ന് പെർഫോമൻസ് അനാലിസിസ് ചെയ്ത് 3 to 5 ഇയേഴ്സിന് മുമ്പെന്ന് നമ്മൾ നോക്കാം. ഇങ്ങനെ തന്നെ അവർ ക്യാരറ്റ് ലൈനെ വാങ്ങി ഇത് കൺഫേം ആകാതെ കാരണത്താൽ 6 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്യൂ ഡിലിജൻസ് ആംസ്ട്രോങ്ങിന് സെക്കൻഡ് ക്വാർട്ടർ ഓഫ് നെക്സ്റ്റ് ഇയർ അപ്പം തന്നെ വന്ന് റിലൈസ് ആകുമെന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പറയുന്നു. എട്ടേണൽ ഷെയർസ് വന്നിട്ട് ഇനി 4% വീണിട്ടുണ്ട്. ഏത് കാരണം എന്ന് വെച്ചാൽ MSCI ഇൻഡെക്സും ഫിനാൻഷ്യൽ ടൈംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ വന്നിട്ട് വെയിറ്റേജ് കുറച്ചായിരുന്നു. ഇതിൽ ബേസിക്കലി വന്നിട്ട് പാസീവ് ഫണ്ട്സ് വെളിനാട്ടിലിരുന്ന് വന്ന് $850 million to $1 billion ഔട്ട്ഫ്ലോ ഇരിക്കുമെന്ന് പറയുന്നു. ഇതിനെ കണ്ടിന്യൂസ് വാങ്ങുന്നത് ആരെന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് തന്നെ. മ്യൂച്വൽ ഫണ്ട് എത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഓവറോൾ ആയിട്ട് നോക്കിയാൽ അവർ ഫുഡ് ബിസിനസ് വന്നിട്ട് പീക്കായി അതിൻ്റെ മുകളിൽ വരത്തില്ല. അതേസമയം ഈ ബ്ലിങ്കിറ്റ് എന്ന് പറയണത് 100 രൂപയ്ക്ക് 20 രൂപ ലോസിലാണ് ഓടും. നോർമലൈസ് ചെയ്തുവെങ്കിൽ ട്രെൻഡോടെ ബിഗ് ബാസ്കറ്റ്, അമേസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോ ടേക്ക് ഓവർ ചെയ്യും. ഇത് വന്നിട്ട് കുറച്ച് കഷ്ടമായ ബിസിനസ്സാണ്. വാല്യൂ 0 ആകും. സ്വിഗ്ഗിയും ഇതേ കഥ തന്നെ. അത് കാരണം ഈ സ്റ്റോപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ബന്ധക്കാർക്കും ഇതിനെ ഷെയർ ചെയ്ത് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.